മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കി സിപിഎം വി ജോയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് നടപടി. പൊതുജനമധ്യത്തിൽ അവഹേളിച്ചെന്നും ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎമ്മും. ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, വിഭാഗീയതയുടെ കൊടുമുടിയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സിപിഎം ഉള്ളത്. ഏറ്റവും അവസാനം മധു മുല്ലശ്ശേരിയെയും പുറത്താക്കിയിരിക്കുന്നു. രജനി, അതുതന്നെയാണ്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അവരുടെ അറിയിപ്പ് പുറത്തു വരുന്നത്. ലെറ്റർ ഹെഡിലുള്ള വാർത്താക്കുറിപ്പിലാണ് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയി MLA ഈ ഒരു അറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിപിഎമ്മിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, വിഭാഗീയത ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് വിഭാഗീയത മറനീക്കി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുല്ലശ്ശേരി മധു എന്ന് പറയുന്ന സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് പാർട്ടി വിട്ട് പുറത്തേക്ക് വരികയും ചെയ്തു. ആ പാർട്ടി വിട്ട് പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക ആരോപണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ജോയിക്കെതിരെ നടത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതായി സിപിഎം ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. മധു പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് വി ജോയി ഇപ്പോൾ പറയുന്നത്. പൊതുജന മധ്യത്തിൽ അവഹേളിച്ചെന്നും ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തലസ്ഥാന ജില്ലയിൽ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് വിവിധ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ, ഒപ്പം തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. തലസ്ഥാന ജില്ലയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലടക്കം അത്തരത്തിൽ കാര്യമായ പൊട്ടിത്തെറി സിപിഎമ്മിനുള്ളിൽ ഉണ്ടാകുമ്പോൾ കൂടിയാണ് ഇത്തരത്തിൽ ആൾ ചൂണ്ടിക്കാട്ടുന്ന നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സമീപനം കൂടി ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായി സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളന വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയ മധു പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് 11 മണിയോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ച് മധു മുല്ലശ്ശേരി തന്നെ നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ചിറയൻകീഴ് അടക്കമുള്ള മേഖലകളെ, മംഗലാപുരം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തരായ നേതാവ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അത് സിപിഎമ്മിന് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുങ്ങുമ്പോൾ സംസ്ഥാന വ്യാപകമായി സിപിഎമ്മിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും വിഭാഗീയതയും വിമത നീക്കങ്ങളും മറനീക്കി പുറത്തേക്ക് വരികയാണ്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുകയാണ് ഈ സമ്മേളന കാലയളവിൽ. ശരി, എന്നാലും മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കിയിരിക്കുകയാണ് സിപിഎം. വി ജോയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് നടപടി. മധു മുല്ലശ്ശേരി 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. നിർണായകമായ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശാലിനിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.